സേനാപതിക പ്രവേശ്. അതാ സൈന്യാധിപൻ രംഗപ്രവേശം ചെയ്യുകയാണ്. രാജ, തും പരേഷാൻ നസർ ആ രഹേ ഹോ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സേനാപതി, जी महाराज, सारी बातें सुनने पर आप भी परेशान हो जाएंगे. അതേ മഹാരാജൻ, താങ്കളും എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം താങ്കളും വിഷമിക്കും. രാജ, ऐसे क्या बात है, എന്താണ് കാരണം? സേനാപതി, जिस कारण से यह लड़ाई लड़ी जा रही है वे उसे ठीक नहीं समझते. എന്ത് കാരണത്താലാണ് ഈ യുദ്ധത്തിന് നാം തയ്യാറെടുക്കുന്നത്, ആ കാരണം ശരിയല്ല എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. രാജ, इससे तो यह साबित होते हैं कि लड़ाई के कारण का प्रचार करने में तुमने ध्यान नहीं दिया. അതായത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാരണം എന്തെന്നാൽ യുദ്ധം തുടങ്ങുന്നതിന്റെ കാരണത്തെക്കുറിച്ച് നിന്റെ പ്രചരണം തീർത്തും തെറ്റാണ് എന്നതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന കാരണം. സേനാപതി, उधर लड़ाई चल रही है, सबसे पहले मुझे वहां पहुंचना होगा. അതാ അവിടെ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ്, ആദ്യം തന്നെ എനിക്ക് അവിടെ എത്തണം. രാജ, ഏസേ ഹി കരോ, നീ തന്നെ അങ്ങനെ തന്നെ ചെയ്യൂ. പർ യാദ് രഖ്ന വിദ്രോഹി കോ മാഫ് നഹി കിയാ ജായേ. അതായത് അതെ, അങ്ങനെ തന്നെ നീ ആദ്യം തന്നെ എത്തൂ. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, വിപ്ലവകാരിക്ക് ഒരിക്കലും മാപ്പ് നൽകരുത്. ഏക് സൈനിക് കാ പ്രവേശ്. അപ്പോൾ വേഗം ഒരു സൈനികൻ അവിടെ പ്രവേശിക്കുകയാണ്. സൈനിക, സേനാപതിജി ഹം ലോക ഹാർ ഗയേ. അപ്പോ സൈനികൻ വന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്, സേനാപതിജി നമ്മൾ തോറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. സേനാപതി, ഹാർ ഗയേ, തോറ്റോ? ക്യാ കഹത്തെ ഹോ, എന്താണ് നീ പറയുന്നത്? അഭി തോ ലഡായി ശുരു ഹി ഹുയി തി, ഇപ്പോഴാണല്ലോ യുദ്ധം തുടങ്ങിയത് തന്നെ. സൈനിക്, ഹമാരെ ലോക് ബഡി സംഖ്യ മേ ഭാഗ് രഹേ ഹെ, നമ്മുടെ ആളുകൾ ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാജ, ജാവോ ജാക്കർ ഉൻസെ കഹോ ജോ ഭാഗേഗ നഹി ഉസേ ഇനാം ദി ജായേഗ. നീ ചെന്നിട്ട് പറയും, ആരും ഓടിപ്പോകരുത്, ഓടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മാനം തരാം എന്ന് പറയും. ഉസ്ക രാജകീയ സമ്മാൻ ഹോഗ, അവന് രാജകീയമായ സമ്മാനം തന്നെ കൊടുക്കും. സൈനികോം കെ സാത്ത് ഹേം കാ പ്രവേശ്. അപ്പോൾ അതാ സൈനികരുടെ ഒപ്പം ഹേം അവിടെ പ്രവേശിക്കുകയാണ്. ഹേം, ആപ് ബന്ദി ഹെ, താങ്കൾ ബന്ദിയാണ്. രാജ, സാവധാൻ ഹേം, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയാണ്. വഹ് മത് ബോലോ കി മേൻ രാജാഹും, ഞാൻ രാജാവാണെന്ന കാര്യം നീ മറക്കുന്നു എന്ന് പറയുന്നു. ഹേം, രാജാക്ക അധികാർ ആപ്നെ ഖോ ദിയ, രാജാവിന്റെ അധികാരം താങ്കൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ജനതാ കെ ദർബാർ മേം ആപ് അപരാധി ഹെ, ജനതകളുടെ കോർട്ടിൽ താങ്കൾ അപരാധിയാണ്. ഉനീം കെ ഫേസലെ കെ പാലൻ കർണെ ആയാഹും, അവരുടെ തീരുമാനത്തെ അനുസരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. രാജ, ആപ്നെ ജിന്ദാ രഹത്തെ ഹി ഏസെ നഹി ഹോനെ ദൂങ്ക. അപ്പൊ രാജാവ് പറയുന്നു, അപ്നെ ജിന്ദ, ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ജനതാക്ക പ്രവേശ്. അപ്പോൾ അതാ വീണ്ടും ജനങ്ങൾ അവിടെ പ്രവേശിക്കുകയാണ്. ജനത, പാപ്പി രാജാക്ക നാശോ, പാപിയായ രാജാവ് നശിക്കട്ടെ എന്നിവിടെ പറയുന്നുണ്ട്. രാജ, സേനാപതി, തുമാരാ സാമനെ ഏസ അത്യാചാർ, സേനാപതി, നിന്റെ മുന്നിൽ ഇത്രയും വലിയ അത്യാചാരമോ ക്രൂരതയോ? തുമാരി മഹാരാജ് കെ ഇസ് തരഹ് അപമാൻ കർണേ കി ഹിമ്മത്ത്, നിന്റെ രാജാവിനെ ഇങ്ങനെ അപമാനിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? സേനാപതി, ആജ് മേരെ പാസ് കോയി അധികാർ നഹി ഹേ മഹാരാജ്, ഇന്ന് എന്റെ കയ്യിൽ യാതൊരു അധികാരവുമില്ല മഹാരാജൻ. രാജ, ന്യായാധീഷ്, ഏസെ ബദ്മാഷോം കോ തും സസാ ക്യൂം നഹി ദേത്തെ. അപ്പൊ രാജാവ് ന്യായാധിപനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള തെമ്മാടികൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ശിക്ഷ കൊടുക്കാത്തത്? ന്യായാധീഷ്, ഇസ്ലിയേക്ക് ന്യായ് ഇനി കെ ഹാത്ത് മേ ഹെ, കാരണം ന്യായം ഇവരുടെ ഭാഗത്താണുള്ളത്. ഓർ ഉൻകെ സാത്ത് പൂരി സേന ബി ഹെ, മാത്രവുമല്ല എല്ലാ സൈന്യവും ഇവരുടെ ഒപ്പം ചേർന്നിരിക്കുന്നു. ആപ് ബി അബ് ഖാമോഷ് രഹിയെ, താങ്കളും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. രാജ് മുഗഡ് ഉത്താർ ദീജിയെ, അതേപോലെ രാജകിരീടം തലയിൽ നിന്നും ഊരുക. ജനതാക്കി ഭീഡ് മേ മിൽ ജായിയെ, അതേപോലെ ജനങ്ങളോടൊപ്പം താങ്കളും ചേരുക. അപ്പോ രാജാവ് ചോദിക്കാണ്, തോ ലഡായി ഖതം ഹോകെ, അപ്പോ യുദ്ധം അവസാനിച്ചോ? മഗർ ഇസ്സേ ക്യാ ഹുവാ,
ഇതെങ്ങനെയാണ് ഉണ്ടായത്? അദാലത്തോ ഹേ ഹി, പക്ഷെ കോർട്ട് ഇപ്പോഴും ഉണ്ടല്ലോ. തോ മേ അപ്നി ബാത് രഖ് സക്താ ഹൂം, അതുകൊണ്ട് തന്നെ എന്റെ കാര്യം എനിക്കിവിടെ പറയാം. മേരി राज्यसभा के चरण अदालत में मेरी ओर से ऐसे ഭാഷൺ देंगे कि मेरी नीति ही ठीक है. അതായത് എന്റെ രാജ്യസഭയിലുള്ള രാജചാരൺ ഈ കോർട്ടിൽ എന്നെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രഭാഷണം തന്നെ നടത്തും. അത് തന്നെ എന്റെ നീതിക്ക് മതിയാവും എന്നിവിടെ രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ ന്യായാധീപൻ പറയുന്നുണ്ട്, രാജചാരൺ കി चापलूसी सुन सुनकर जनता के कान छन छन रहे हैं. അതായത് രാജചാരൺ എന്ന് പറഞ്ഞാൽ രാജാവിനെ സ്തുതിച്ചു പാടുന്ന ആളുകളാണ്. കൊട്ടാരത്തിൽ രാജാവിനെ സ്തുതിച്ചു പാടുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് രാജചാരൺ കി ചാപ്പലൂസി, അതായത് രാജചാരന്റെ മുഖസ്തുതി കേട്ട് ജനതകളുടെ ചെവി തന്നെ മരവിച്ചു പോയിരിക്കുന്നു. രാജാവ് അപ്പൊ ഉത്തരം പറയുന്നുണ്ട്, മുझे पता है നമക് കാ ഗുൺ വഹ് ഗായേംഗേ ഹി. അപ്പോ എനിക്കറിയാം അവൻ ഉണ്ട ചോറിന് നന്ദി കാട്ടുന്നവനാണെന്ന് എനിക്കറിയാമെന്ന് ഇവിടെ രാജാവ് പറയുന്നുണ്ട്. സമയ ആത്തെ ഹി മേ രാജചാരൻ കോ പുരസ്കൃത് കരൂങ്ക, സമയം വരുമ്പോൾ ഞാൻ രാജചാരനെ സമ്മാനം കൊടുക്കും അല്ലെങ്കിൽ പുരസ്കാരം കൊടുക്കും എന്നിവിടെ പറയുന്നുണ്ട്. ന്യായാധീഷ് രാജചാരനെ കഹാ കി സിർഫ് മുഖട് छीन लेने से ही नहीं चलेगा. അപ്പോ ന്യായാധീശൻ ഇവിടെ പറയുകയാണ്, രാജചാരൻ ഇതാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ മുകുടം അല്ലെങ്കിൽ കിരീടം ഷീൻ ലേനേസെ, മുകുടം രാജാവിന്റെ കിരീടം കൈപ്പറ്റിയാൽ മാത്രം പോരാ എന്നാണ് രാജചാരൻ പറഞ്ഞിരിക്കുന്നത്. രാജ വഹ് ക്യാ കഹത്തെ ഹോ തബ് തോ സച്ച്മുച്ച് മേരെ സാമനെ ഖത്രെ ഹെ. അവൻ എന്താണ് ഈ പറഞ്ഞത് രാജചാരൻ? എങ്കിൽ തീർച്ചയായും എന്റെ മുന്നിൽ വളരെ ഡേഞ്ചർ ആണ് എന്നിവിടെ രാജാവ് പറയുന്നുണ്ട്. മേ അപ്നെ ദർബാരി കവി കെ രായ് ജാനന ചാഹത്താ ഹൂ, ഞാൻ എന്റെ കൊട്ടാരം കവിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. ന്യായാധീഷ് ദർബാരി കവി വിജയി ജനത കി ഗൗരവ് ഗാഥ ലിഖ് രഹി ഹെ. ദർബാരി കവി അതായത് കൊട്ടാരം കവി ഇപ്പോൾ വിജയിയായ ജനതകളെ കുറിച്ചിട്ടുള്ള കവിതയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. രാജ തോ ആവോ മിത്ര ഹേം തുമേം ബദായി. അപ്പൊ രാജാവ് ഇവിടെ പറയുന്നുണ്ട്, വരൂ മിത്രമായ ഹേം, നിനക്ക് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ധന്യ തുമാര സാഹസം, നിന്റെ സാഹസം ഭയങ്കരമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജാനെ കെ പെഹ്ലെ തുമേൻ ദോ ഏക് സലാഹ് ദേന ചാഹത്താ ഹും, പോകുന്നതിന് മുന്നേ നിനക്ക് 2-3 ഉപദേശം തരാൻ ആഗ്രഹിക്കുന്നു. തും രാജചാരൻ കെ പദ് കോ ഖതം കർ ദേന, നീ രാജചാരൻ എന്ന് പറയുന്ന ആ പദത്തെ നീ ഇനി വെച്ച് പൊറപ്പിക്കരുത്. അബ് മേം വിദാ ലേത്താ ഹോ, ഇപ്പോൾ ഇതാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ നാടകത്തിന്റെ ആ ഒരു ഭാഗം അവിടെ തീരുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.